ചേച്ചിയുടെ പേരെന്താ? എൻ്റെ പേര് സന്ധ്യ. സന്ധ്യ. കുഞ്ഞിൻ്റെ പേര്? അർജുൻ. ദേവു. ദേവു. ശാന്തമ്മ. ഞാനിവിടെ വരുന്ന ഈ കുടുംബം, അതായത് ഈ മോക്കല്ലേ ഈ കുട്ടി ഉണ്ടായിരുന്നുള്ളൂ, പിന്നെ കുട്ടികളില്ലായിരുന്നു. ഇവിടെ വന്ന് ഇവർ അല്ലേ 8 വർഷത്തിന് ശേഷം ഈ കുഞ്ഞിനെ കിട്ടിയതാണ്. ഇവരിവിടെ വന്ന് പ്രാർത്ഥിച്ചു ശനിയാഴ്ചകളിൽ. അങ്ങനെയാണ് ഈ കുഞ്ഞിനെ കിട്ടിയത്. ആ സാക്ഷി ആരാ പറയുന്നത്? എൻ്റെ പേര് സന്ധ്യ എന്നാണ്. ഞാൻ പാലൂർക്കാവിൽ നിന്ന് വരുന്നു. ഇവിടെ ഒരൊറ്റ തവണ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷമാണ് എനിക്ക് ഒരു ആൺകുട്ടി വേണമെന്നുള്ള ആഗ്രഹത്തോടെ തന്നെയാണ് പ്രാർത്ഥിച്ചത്. പരിപൂർണ വിശ്വാസത്തോടെ തന്നെയാണ് ഞാൻ ഈ സ്റ്റേജിൽ നിൽക്കുന്നത്. അതീവ സന്തോഷവതിയുമാണ്. ആൺകുട്ടിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിച്ചു. അതിൽ കർത്താവ് എനിക്ക് തന്നു. അതുപോലെ തന്നെ യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. അതുപോലെ തന്നെ എൻ്റെ അനുജത്തിയുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ആ പ്രശ്നത്തിന് പരിഹാരം കാണാൻ വളരെയധികം ഞങ്ങൾ ബുദ്ധിമുട്ടിയിരുന്നു, സാമ്പത്തികവും മാനസികവും ശാരീരികവുമായിട്ട്. പക്ഷേ ഇവിടെ ഒരൊറ്റ തവണ വന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം അവളുടെ ജീവിതത്തിലെ എല്ലാ കടമ്പകളും മാറിക്കിട്ടി, പ്രശ്നങ്ങളെല്ലാം തീർന്നു. അവളിപ്പോൾ സന്തോഷവതിയായിട്ട് ജീവിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തോത്രം. പരിപൂർണ വിശ്വാസത്തോടു കൂടിയാണ് ഞാനിതിവിടെ പറയുന്നത്. റോമാലേഖനം 2-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വചനം പറയുന്നു, ദൈവത്തിന് മുഖനോട്ടമില്ല, ഏക സത്യതയുമായ മാനവരാശിയുടെ ഏകരക്ഷകനായ കർത്താവായ യേശു ക്രിസ്തുവിന് മുഖനോട്ടമില്ല. ഈ ചിറ്റടി ദേവാലയത്തിലോ ഈ ദേവാലയത്തിൻ്റെ ഈ പന്തലിലോ ആര് വന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടോ? ഇവിടെ വന്ന് ആര് യേശുവിന്റെ നാമത്തെ വിളിച്ചിട്ടുണ്ടോ അവരൊക്കെ അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട്. ഈ മകള്, ഈ കുടുംബം കണ്ണുനീരോടെ വന്ന് പ്രാർത്ഥിച്ചു. ഒറ്റ ദിവസത്തെ പ്രാർത്ഥന അല്ലേ, ഒരു ശനിയാഴ്ച പ്രാർത്ഥിച്ചതാണ് വിഷയം. ഒരാൺകുഞ്ഞിനെ വേണം. ഇതേ മിടുക്കൻ ഒരാൺകുഞ്ഞിനെ കർത്താവ് കൊടുത്ത് അനുഗ്രഹിച്ചു. അനിയത്തിയുടെ കുടുംബജീവിതത്തിലെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ വേണ്ടി ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചല്ലോ. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. ദൈവം ഇടപെട്ടു. അനിയത്തിയുടെ കുടുംബജീവിതത്തിലെ പ്രശ്നങ്ങൾ കർത്താവ് പരിഹരിച്ചു കൊടുത്തു. ദൈവത്തിന് മുഖനോട്ടമുണ്ടോ? യേശുവിന് മുഖനോട്ടമുണ്ടോ? അവൻ മുഖം നോക്കുന്നവനല്ല. യേശുവിൻ്റെ അടുക്കൽ ആര് വന്നാലും, ഹൃദയം തകർന്ന് ആര് നിലവിളിച്ചാലും, കണ്ണുനീരോടെ ആര് ഒന്ന് പ്രാർത്ഥിച്ചാലും ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. നിന്റെ ഒരു തുള്ളി കണ്ണുനീരിവിടെ വീണിട്ടുണ്ടെങ്കിൽ നിന്റെ പ്രാർത്ഥനയ്ക്ക് മറുപടിയാ. ഹല്ലേലൂയ. ഒരിക്കൽ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് ഒരു മെസ്സേജ് നൽകി, മുണ്ടക്കയം കേന്ദ്രമാക്കി ഒരു ശുശ്രൂഷ, വചന ശുശ്രൂഷ ആരംഭിക്കാൻ. അങ്ങനെയാണ് ഇവിടുത്തെ അച്ഛനുമായിട്ട് നമ്മൾ ബന്ധപ്പെട്ടു. കർത്താവ് ഈ സ്ഥലമായി തന്ന് ബന്ധപ്പെട്ടു. ഉടൻ തന്നെ അച്ഛൻ സമ്മതിച്ചു, പിതാവ് എല്ലാ അനുവാദവും തന്നു. ആയിരക്കണക്കിന് ആളുകൾ ഇവിടെ വന്ന് കർത്താവിനെ അറിഞ്ഞു. അനേകം ദൈവത്തിൻ്റെ മക്കൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു, അനുഗ്രഹിക്കപ്പെട്ടു.